മോർണിംഗ് ടാസ്കിൽ ഇന്ന് കഥ പറച്ചിലായിരുന്നു കേട്ടോ. അതിനു മുൻപ് ഈ ചാനൽ കാണുന്നവരൊന്ന് സബും ലൈക്കും ചെയ്യണേ. വീട്ടുകാരെല്ലാവരും തീരുമാനിച്ചത് അനീഷ് കഥ പറയട്ടെ എന്നായിരുന്നു. അനീഷ് പറയുന്നുണ്ടായിരുന്നു എനിക്കിന്ന് തീരെ വയ്യ, ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന്. പക്ഷേ എല്ലാവരും കൂടെ കൈപ്പൊക്കി പറഞ്ഞിട്ടുള്ളത് അനീഷ് പറയണമെന്നായിരുന്നു. അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി അനീഷ് ഫുൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അടുക്കും ചിട്ടയോടും കൂടി കുട്ടിക്കാലം, ഓർമ്മകൾ, കരിയർ എന്നിങ്ങനെ വിവിധ മേഖലയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു, IT കമ്പനി, ബാങ്ക് മാനേജറായിട്ട്, പിന്നീട് കർഷകനായിട്ട് വർക്ക് ചെയ്തു, പിന്നെ ഗവൺമെൻറ് ജോലി കയറി, അങ്ങനെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അനീഷ് ഒരു ബുദ്ധിജീവി പരിവേഷമാണെന്ന് തോന്നുന്നു. എഴുത്തുകാരനായിരുന്നു, കുറേ ബുക്കുകൾ രചിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ സെൽ മീ ദ ആൻസർ എന്നുള്ള പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറിയിൽ അനീഷ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എല്ലായിടത്തും എത്താമെന്നുള്ളതാണ്. ഇതിനിടയിൽ അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നേ. അപ്പാനിയുടെ മുഖത്തൊക്കെ തനി പുച്ഛമായിരുന്നു. ആ സമയത്താണ് അഭിലാഷ് നട്ടലോട് കൂടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത് അയാളുടെ സ്പേസിൽ അയാളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും സംസാരിക്കാതിരിക്കുന്നുണ്ട്. ശൈത്യയുടെ ലൈഫ് സ്റ്റോറിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്ത് ഡിസ്റെസ്പെക്റ്റായിട്ട് പെരുമാറുമ്പോൾ അഭിലാഷ് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി സ്പേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അഭിലാഷാണ് നട്ടലുള്ള ഒരുത്തൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.